ഇന്നത്തെ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് 2 ദിവസത്തെ ലീവ് എടുത്ത് വീട്ടിലേക്കാണ്. അങ്ങനെ ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് നേരെ ബസ് പിടിച്ച് ചെങ്ങന്നൂരെത്തി. ചെങ്ങന്നൂരിൽ നിന്ന് കായംകുളത്തൊരു ട്രെയിൻ പോകാമെന്ന് കരുതി. അങ്ങനെ ട്രെയിൻ മാവേലിക്കര എത്തിയപ്പോൾ അവളുമാർ അവിടുന്ന് കയറി. രണ്ടുപേരും കൂടി എന്നെ കണ്ട സന്തോഷത്തിൽ എന്നെ എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുമാരുടെ കുറെ നാളത്തെ വിശേഷമൊക്കെ പറഞ്ഞ് ഞാനും അവളും കായംകുളത്തിറങ്ങി. അങ്ങനെ വീട്ടിൽ വന്ന് ഇച്ചുവായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഓർത്ത് ചെറുതായിട്ട് സൂചി ഉണ്ടായിരുന്ന കയ്യിൽ അവനെ ഒന്ന് കുത്തി പരീക്ഷിക്കാന്ന്. അവനാണെ ഒട്ടും പേടിയില്ലാതെ എനിക്ക് കൈ നീട്ടുകയും ചെയ്തു. പേടിയില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അവൻ കരച്ചിൽ തുടങ്ങി. അവന്റെ കരച്ചിലിൽ എന്റെ മനസ്സലിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് നിർത്തി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ശ്രീജാന്റെ ഡ്രീം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇച്ചും അവള് വന്നിട്ടുണ്ടായിരുന്നു രാത്രി വീട്ടിലോട്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടി അത് കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വിട്ടത് ബിഷപ്പൂർ കോളേജിലേക്കാണ്. കോളേജിൽ വരെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എല്ലാവരും ഇല്ലായിരുന്നെങ്കിലും ഉള്ളവരെയൊക്കെ കണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ നേരെ ഓഫീസിലേക്ക് വിട്ടത്. ഓഫീസിലെത്തിയപ്പോൾ ക്ലാസ്സിലില്ലായിരുന്ന അശ്വിനിയും മരിയും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരെയും കണ്ട് പ്രിൻസിപ്പലിനെയും കണ്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയ ശേഷം പുറത്തു വന്നു. അപ്പോഴാണ് വിജയിനെയും നീനുവിനെയും കണ്ടത്. പിന്നെ എല്ലാവരും ഫോണിൽ പകർത്തി ഞാൻ നേരെ കോഴഞ്ചേരിക്ക് വിട്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.